എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉമയനല്ലൂർ മുതൽ മങ്ങാട് പാലം വരെയുള്ള NH66 വർക്ക് അപ്ഡേറ്റ് ആണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊട്ടിയം ഡ്രീംസ് മാളിൻ്റെ മുന്നിൽ നിന്നാണ്. കൊട്ടിയത്ത് നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിന് അനുബന്ധമായിട്ടുള്ള ആറിയ വാളിൻ്റെ വർക്കാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മങ്ങാട് വരെയുള്ള വീഡിയോ ആയതിനാൽ ചില ഭാഗങ്ങൾ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൊട്ടിയം ജംഗ്ഷൻ കഴിഞ്ഞ് ഉമയനല്ലൂർ ഡയറക്ഷനിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഉമയനല്ലൂർ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മെയിൻ റോഡിൻ്റെ ഒരു വശം തുറന്നു കൊടുത്തിട്ടുണ്ട്. മറുവശത്ത് വർക്ക് നടക്കുന്നതിനാൽ ഇപ്പോൾ അതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നില്ല. ഒട്ടുമിക്ക വാഹനങ്ങളും ഇപ്പോൾ ഉമയനല്ലൂർ ഫ്ലൈ ഓവറിന് മുകളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. പ്രൈവറ്റ് ബസ്സുകളും ഇപ്പോൾ ഉമയനല്ലൂർ അണ്ടർപാസിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. ഉമയനല്ലൂരിലെ അണ്ടർപാസാണ് ഈ കാണുന്നത്. തിരുമുക്കിൽ നിർമ്മിച്ചിരിക്കുന്നത് പോലെ വളരെ ചെറിയ ഒരു അണ്ടർപാസാണ് ഈ ഭാഗത്തും നിർമ്മിച്ചിരിക്കുന്നത്. നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനായിരുന്നു ഉമയനല്ലൂർ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നേരെ തിരിച്ചാണ്. അണ്ടർപാസിൽ ഇനി ബാലൻസ് ആയിട്ടുള്ളത് ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം മാത്രമാണ്. എക്സിറ്റ് പോയിൻ്റ് നോക്കുകയാണെങ്കിൽ പാരിപ്പള്ളി കഴിഞ്ഞ് ചാത്തന്നൂർ സ്പില്ലിംഗ് മില്ലിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൊട്ടിയത്ത് സിതാര ജംഗ്ഷനിലുമാണ് നമ്മൾ എക്സിറ്റ് പോയിൻ്റ് കണ്ടത്. മേവറത്തിനും ഉമയനല്ലൂരിനും ഇടയ്ക്ക് ഒരു എക്സിറ്റ് പോയിൻ്റ് വരേണ്ടതാണ്. അത് കൊല്ലം ടൗണിലേക്ക് പോകാനുള്ളത്. ഇതുവരെയും ആ എക്സിറ്റ് പോയിൻറ്റിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് എക്സാക്റ്റ് വരുന്ന പോയിൻ്റ് എവിടെയാണെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. തിരുവനന്തപുരം ഡയറക്ഷനിലേക്ക് പോകുമ്പോഴുള്ള എക്സിറ്റ് പോയിൻ്റ് ആൾറെഡി ഓപ്പണാണ്. അതുവഴിയാണ് ഇപ്പോൾ ഉമയനല്ലൂർ വാഹനങ്ങൾ കടന്നു പോകുന്നത്. മേവറത്ത് നിർമ്മിക്കുന്നത് സിംഗിൾ ഓപ്പണിംഗ് ഉള്ള ഫ്ലൈ ഓവറാണ്. അതിൻ്റെ ഒരു സൈഡിലെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ വർക്ക് നടക്കുകയാണ്. ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞു. കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലം ബൈപ്പാസിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ കിഴക്ക് സൈഡിലെ സർവീസ് റോഡ് വഴിയാണ് കടത്തിവിടുന്നത്. ശിവാലയ കൺസ്ട്രക്ഷൻ്റെ കടമ്പാട്ട് കോണം മുതൽ മേവറം വരെയുള്ള വർക്കിനെ അപേക്ഷിച്ച് മേവറം മുതൽ കാവനാട് വരെയുള്ള വർക്ക് വളരെ സ്ലോയിലായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ ഭാഗങ്ങളിലെ അണ്ടർപാസുകളും ഫ്ലൈ ഓവറുകളും ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിന് അനുബന്ധമായിട്ടുള്ള ആറി വാളും അതിൽ നിറയ്ക്കാനുള്ള മണ്ണിൻ്റെ ലഭ്യതക്കുറവുകളും കാരണം വർക്ക് വളരെ സ്ലോയിലായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പാലത്തറയുള്ള NS ഹോസ്പിറ്റലിനടുത്തേക്കാണ് പോകുന്നത്. ഈ ഭാഗത്തെ സർവീസ് റോഡുകളുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മെയിൻ റോഡിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല. ചില ഭാഗങ്ങളിൽ മാത്രമാണ് വർക്ക് നടക്കുന്നത്. NS ഹോസ്പിറ്റലിൻ്റെ മുൻവശത്തുള്ള ഫ്ലൈ ഓവറിന് വേണ്ടിയുള്ള ആറി വാളിൻ്റെ വർക്ക് ഒരു സൈഡിൽ പുരോഗമിച്ചിട്ടുണ്ട്. പാലത്തറ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണവും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇനി ബാലൻസ് ആയിട്ടുള്ളത് ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം മാത്രമാണ്. ഇവിടെയും സിംഗിൾ ഓപ്പണിംഗ് ആയിട്ടുള്ള ഫ്ലൈ ഓവറാണ് നിർമ്മിക്കുന്നത്. ഇവിടെയും ആറിയ വാളിൻ്റെ വർക്ക് ഒരു സൈഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അയത്തിൻ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു കനാൽ ഷേപ്പിൽ ഒഴുകുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ള ചെറിയ ബ്രിഡ്ജിൻ്റെ വർക്ക് ഒരു സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഈ ഭാഗങ്ങളിലൊക്കെ വർക്കിന് വലിയ പുരോഗതിയില്ല. ഇപ്പോഴും ഓടയുടെ നിർമ്മാണം നടക്കുന്നതേ ഉള്ളൂ. പല ഭാഗങ്ങളിൽ ഓടയുടെ നിർമ്മാണം നടക്കാനുണ്ട്. നേരത്തെ നിർമ്മിച്ച് വെച്ചിരുന്ന ഗർഡറിന് ചുറ്റും ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയാണ്. ഈ ഭാഗങ്ങളിലൊന്നും വർക്ക് നടക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അയത്തിൻ ജംഗ്ഷനിലെ വർക്കാണ്. ഇവിടെ 2 ഓപ്പണിങ്ങുകളുള്ള ഫ്ലൈ ഓവറാണ് വരുന്നത്. അതിലൊരു സെക്ഷനിലെ ഫ്ലൈ ഓവറിൻ്റെ ടോപ്പ് കോൺക്രീറ്റ് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് സെക്ഷനുകളിലെ പൈലിങ്ങും ഗർഡർ ലോഞ്ചിങ്ങുകളും ഒന്നും തുടങ്ങിയിട്ടില്ല. ഫ്ലൈ ഓവറിനോട് ചേർന്ന് തന്നെ ഒരു കനാൽ കടന്നു പോകുന്നുണ്ട്. ഈ കനാലിൻ്റെ 2 സൈഡിലും സർവീസ് റോഡിൻ്റെ പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. കൊല്ലം ആയൂർ റോഡാണ് ഈ ഫ്ലൈ ഓവറിനടിയിലൂടെ കടന്നു പോകുന്നത്. ഫ്ലൈ ഓവറിന് അനുബന്ധമായിട്ടുള്ള ആറിയ വാളിൻ്റെ വർക്കും നടക്കുന്നുണ്ട്. ഇവിടെ മെയിൻ റോഡ് അല്പം താഴ്ന്നാണ് പോകുന്നത്. അവിടെ മണ്ണിട്ട് ഉറപ്പിക്കുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. അയത്തിൽ ജംഗ്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്കൊരു എൻട്രി പോയിന്റ് കാണാം. കല്ലുംതാഴം റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഈ ഭാഗത്ത് പാൽക്കുളങ്ങര അമ്പലത്തിന് മുന്നിലായിട്ട് ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. കൂടാതെ ആറിയ വാളിൻ്റെ വർക്കും അതിന് സമീപത്തായി നടക്കുന്നു. വളരെ ചെറിയ ഒരു അണ്ടർപാസാണ് ഇവിടെ നിർമ്മിക്കുന്നത്. അത് ചിലപ്പോൾ PUP ടൈപ്പ് ആയിരിക്കാം. കല്ലുംതാഴം ഓവർബ്രിഡ്ജ് ആർച്ച് ഷേപ്പിലാണ് നിർമ്മിക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡിലുള്ള നിർമ്മാണം നടക്കുകയാണ്. റെയിൽവേക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ ഗർഡർ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ കാണുന്നത് കല്ലുംതാഴത്ത് നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്കാണ്. കൊല്ലം തിരുമംഗലം ദേശീയപാതയായിട്ടുള്ള 744 കടന്നു പോകുന്നത് കല്ലുംതാഴം ഫ്ലൈ ഓവറിനടിയിൽ കൂടെയാണ്. ഇവിടെ സിംഗിൾ ഓപ്പണിംഗ് ആയിട്ടുള്ള ഫ്ലൈ ഓവറാണ് നിർമ്മിക്കുന്നത്. ഇവിടെയും ആറിയ വാളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കല്ലുംതാഴത്തെ ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു അണ്ടർപാസ് കൂടിയുണ്ട്. അത് ചെറിയ ഒരു അണ്ടർപാസാണ്. ചെറിയ വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റിയ ഒരു അണ്ടർപാസാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഭാഗത്ത് മെയിൻ റോഡിൻ്റെ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു വശത്ത് ഇപ്പോൾ ഫ്രിക്ഷൻ സ്ലാബ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അത് കാരണം അതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നില്ല. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
മങ്ങാട് പാലം എത്തുന്നതിന് മുന്നിലായിട്ട് ഒരു അണ്ടർപാസ് കൂടി നിർമ്മിക്കുന്നുണ്ട്. അതൊരു PUP ടൈപ്പ് അണ്ടർപാസ്സാണ്, പെഡസ്ട്രിയൽ അണ്ടർപാസ് എന്ന് പറയും. അതിൻ്റെ നിർമ്മാണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ഒരു എൻട്രി പോയിൻറ്റും കൊടുത്തിരിക്കുന്നത്. മങ്ങാട് പാലത്തിൽ സർവീസ് റോഡുകളില്ലാത്തതിനാൽ ഇവിടെ നിന്നായിരിക്കും മെയിൻ റോഡിലേക്കുള്ള എൻട്രി വരുന്നത്. ഇപ്പോൾ നേരെ പോകുന്നത് മങ്ങാട് പാലത്തിലേക്കാണ്. മങ്ങാട്, നീരാവിൽ, കുരീപ്പുഴ ഈ ഭാഗങ്ങളെല്ലാം പഴയ പാലങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. പഴയ പാലങ്ങൾ 2 വരി മാത്രമാണുള്ളത്. പുതിയ പാലങ്ങളിൽ 4 വരിയാണുള്ളത്. അങ്ങനെ ടോട്ടൽ 6 വരിയാണ് വരുന്നത്. അതിനുവേണ്ടി 6 ഗർഡറുകൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ 90% മുകളിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗർഡർ ലോഞ്ച് ചെയ്യുന്നതിനായിട്ട് ഹെവി ബീം ലിഫ്റ്റിംഗ് മെഷീനുകളാണ് ഉപയോഗിക്കുന്നത്. മെഷീനുകളുടെ സഹായത്തോടു കൂടി റെയിൽ ട്രാക്കിന് സമാനമായ ട്രാക്കിലൂടെ ഗർഡറുകൾ കൊണ്ടുവന്ന് ഹെവി മെഷീനിൽ കണക്ട് ചെയ്ത് ആണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഇനി വളരെ കുറച്ച് ഗർഡറുകൾ മാത്രമേ ലോഞ്ച് ചെയ്ത് തീരാനുള്ളൂ. ഗർഡർ ലോഞ്ച് ചെയ്ത ഭാഗങ്ങളിൽ ടോപ്പ് കോൺക്രീറ്റിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പകുതി മുക്കാൽ ഭാഗങ്ങളിലും ടോപ്പ് കോൺക്രീറ്റ് കഴിഞ്ഞു. കൂടാതെ സേഫ്റ്റി ഗാർഡ് സൈഡിൽ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട്. നിലവിലുള്ള പാലത്തിൻ്റെ സൈഡിലുള്ള ക്രാഷ് ബാരിയറുകൾ മെഷീൻ ഉപയോഗിച്ച് ഇപ്പോൾ പൊട്ടിച്ച് മാറ്റുന്നുണ്ട്. അതും ഈ വർക്കിൽ കാണാൻ കഴിയും. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ 2 പാലങ്ങളും ചേർന്ന് ഒരു സിംഗിൾ പാലം ആയി കാണാൻ കഴിയും. 6 ട്രാക്കുകളുള്ള സിംഗിൾ പാലം. പല ഭാഗങ്ങളിലും റോഡ് ശോച്യാവസ്ഥയായതിനാൽ വീഡിയോയിൽ ചെറിയ ഷേക്കുണ്ട്. കൂടാതെ ഇത് മൊബൈൽ ഫോണിൽ എടുത്തത് കൊണ്ടാണ് കൂടുതൽ ഷേക്ക് അനുഭവപ്പെടുന്നത്. ദയവായി ക്ഷമിക്കുക. മങ്ങാട് ഭാഗത്തു നിന്ന് നേരെ പോകുന്നത് കടവൂർ ഭാഗത്തേക്കാണ്. കടവൂർ ഭാഗത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണവും നീരാവിൽ പാലവും കുരീപ്പുഴ കാവനാട് പാലത്തിൻ്റെയും അപ്ഡേറ്റുകൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.